പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, CPM-ൽ പുതിയൊരു ഗ്രൂപ്പുണ്ടായി എന്നും ആ ഗ്രൂപ്പ് വിജയനും ഗോവിന്ദനും എതിരാണെന്നും വിജയനും ഗോവിന്ദനും അധികകാലം പിടിച്ചു നിൽക്കാൻ കഴിയില്ലെന്നും ഇപ്പോൾ ഉരുത്തിരിഞ്ഞു വന്നിട്ടുള്ള ഈ പുതിയ ഗ്രൂപ്പ് വിജയനെയും ഗോവിന്ദനെയും പുറത്താക്കും എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള വാർത്തകളും വിശകലനമൊക്കെ ഇപ്പോൾ കൊടുമ്പിരി കൊണ്ടുകൊണ്ടിരിക്കുകയാണ്. ഈ കഴിഞ്ഞ ദിവസം എൻ്റെ സുഹൃത്തായിട്ടുള്ള സമയം ഉണ്ണി ബാലകൃഷ്ണൻ അദ്ദേഹത്തിൻ്റെ ഏഷ്യാനെറ്റിലെ സർജിക്കൽ സ്ട്രൈക്ക് എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു പരിപാടിയിൽ ഇങ്ങനൊരു ഗ്രൂപ്പ് ഉണ്ടായിരിക്കുന്നുവെന്നും ആ ഗ്രൂപ്പിന് ബേബിയുടെ നേതൃത്വത്തിൽ ഒരു ഗ്രൂപ്പ് ഉണ്ടായിരിക്കുന്നുവെന്നും ആ ഗ്രൂപ്പിന് വിജയനെയും ഗോവിന്ദനെയും പുറത്താക്കാൻ കഴിഞ്ഞാൽ അത് വളരെ നല്ല കാര്യമായിരിക്കും എന്നുമൊക്കെ പറയുന്നത് ഞാൻ കേൾക്കുകയുണ്ടായി. അതിൽ പറഞ്ഞിരിക്കുന്നത് ബേബിക്ക് അടുത്ത പാർട്ടി കോൺഗ്രസ് ആകുമ്പോൾ 75 വയസ്സാകും. അപ്പോൾ ബേബിക്ക് ഇനി മത്സരിക്കാനൊന്നും കഴിയില്ല, ബേബിക്ക് ഒരു അധികാര സ്ഥാനത്തേക്ക് ഇനിയും വരാനും കഴിയില്ല. അതുകൊണ്ട് ഒന്നും നേടാനില്ലാത്ത ഒന്നും ഇനി രാഷ്ട്രീയത്തിൽ നേടാനില്ലാത്ത ബേബി ഈ പറഞ്ഞ പോലെ പാർട്ടിയെ നവീകരിക്കാൻ വേണ്ടി ഇറങ്ങിയിരിക്കുകയാണെന്നും അത് നടന്നാൽ വളരെ നല്ലത് എന്നുമൊക്കെയാണ് ഉണ്ണി ബാലകൃഷ്ണൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അത് സംബന്ധിച്ച് എൻ്റെ നിലപാട് ഞാൻ വ്യക്തമാക്കിയിട്ടുണ്ട്. കാരണം വിജയനും ഗോവിന്ദനും ഈ തെറ്റുകളെല്ലാം ചെയ്യാൻ പതിറ്റാണ്ടുകളായി അവർക്കൊപ്പം നിന്ന നേതാവാണ് ബേബിയും ബേബിയുടെ കൂടെ ഉള്ളവരും എന്ന് ഞാൻ സൂചിപ്പിക്കുകയുണ്ടായി. 2006 ലാവ്ലിൻ കേസ് ഉണ്ടായപ്പോൾ മുതൽ 2020 സ്വർണ്ണക്കള്ളക്കടത്ത് കേസുണ്ടായപ്പോൾ, അതിനുശേഷം മാസപ്പടി കേസുണ്ടായപ്പോൾ, ആ സമയത്തെല്ലാം പിണറായി വിജയൻ്റെ പിട്ടം താങ്ങി നിന്ന ഒരു നേതാവാണ് എം എ ബേബി. ആ എം എ ബേബിക്ക് എന്ത് നവീകരണമാണ് സാധ്യമാകുക എന്നുള്ളത് സംബന്ധിച്ചുള്ള എൻ്റെ സംശയം ഞാൻ ഇതിനു മുമ്പ് പല വീഡിയോകളിലും ഞാൻ പറഞ്ഞിട്ടുണ്ട്. അതിനകത്തേക്ക് ഞാൻ ഇപ്പോൾ പോകുന്നില്ല. സുഹൃത്തുക്കളെ, ഞാൻ ഈ വീഡിയോയിൽ ചോദിക്കാൻ പോകുന്ന ചോദ്യം, ഈ വിജയനെയും ഗോവിന്ദനെയും പുറത്താക്കുക എന്നത് സാധ്യമാണോ എന്നുള്ളതാണ്. അത് വാചകങ്ങളിലും വിശകലനങ്ങളിലും സാധ്യമായേക്കാം, പക്ഷേ അത് അത്ര എളുപ്പമുള്ള ഒരു കാര്യമായിരിക്കില്ല എന്നാണ് എനിക്ക് എൻ്റെ പ്രേക്ഷകരോട് സൂചിപ്പിക്കാനുള്ളത്. അത് പറയുമ്പോൾ എനിക്ക് ഓർമ്മ വരുന്നത് 2005 നടന്ന മലപ്പുറം സംസ്ഥാന സമ്മേളനമാണ്. നമുക്കറിയാം, ആ മലപ്പുറം സമ്മേളനത്തിലേക്കുള്ള റണ്ണപ്പിൽ നടന്ന ഓരോ ജില്ലാ സമ്മേളനങ്ങളും സ്ഫോടനാത്മകമായിരുന്നു. ആ സമ്മേളനങ്ങളിലെല്ലാം തന്നെ ശരിക്കു വേണ്ടി VS-ഉം തെറ്റിനു വേണ്ടി പിണറായി വിജയനും തമ്മിലുള്ള ഈ രണ്ട് പ്രത്യയശാസ്ത്രങ്ങൾ തമ്മിലുള്ള ഏറ്റുമുട്ടലാണ് ആ സംസ്ഥാന സമ്മേളനങ്ങളിൽ എല്ലാം നടന്നത്. അവസാനം എനിക്ക് ഓർമ്മയുണ്ട്, ഞാൻ ആ സമയത്ത് VS-നോടൊപ്പം ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. 8 ജില്ലാ സമ്മേളനങ്ങളിലെ ഭൂരിപക്ഷവുമായിട്ടാണ് VS മലപ്പുറത്തേക്ക് പോകുന്നത്. 8 സമ്മേളനത്തിലെ ഭൂരിപക്ഷം, മലപ്പുറം സമ്മേളനത്തിലേക്ക് പോകുന്ന ഭൂരിപക്ഷം പ്രതിനിധികളും VS-ന് അനുകൂലം. VS ശരിക്ക് വേണ്ടി പോരാടുന്ന ഒരാൾ, വിജയൻ എല്ലാ തെറ്റുകളുടെയും മൂർത്തിമത് ഭാവം. അപ്പോൾ സ്വാഭാവികമായും VS-ൻ്റെ കയ്യിലേക്ക് പാർട്ടി വരും എന്നുള്ള ഉറച്ച വിശ്വാസമായിരുന്നു പാർട്ടി അണികൾക്കും മാധ്യമങ്ങൾക്കും പൊതുമണ്ഡലത്തിലുമൊക്കെ ഉണ്ടായിരുന്നു. സുഹൃത്തുക്കളെ, എന്നാൽ മലപ്പുറം സമ്മേളനത്തിൽ എന്താ സംഭവിച്ചത്? ഭൂരിപക്ഷം പ്രതിനിധികളുടെയും പിൻബലവുമായി മലപ്പുറത്തേക്ക് ചെന്ന VS എങ്ങനെയാണ് തിരിച്ചു വന്നത്? MN വിജയൻ മാഷിൻ്റെ ഭാഷയിൽ പരാജയം ഭക്ഷിച്ച് ജീവിക്കുന്നവനായിട്ടല്ലേ VS-ന് തിരിച്ചു വരേണ്ടി വന്നത്? VS-ൻ്റെ കൂടെ ആയിരുന്നില്ലേ ശരി? VS-ൻ്റെ കൂടെ ആയിരുന്നില്ലേ ശരി? VS-ൻ്റെ കൂടെ ആയിരുന്നില്ലേ ഭൂരിപക്ഷം പ്രതിനിധികൾ? അവിടെ എന്ത് സംഭവിച്ചു? ആ 4 ദിവസം, എനിക്ക് തോന്നുന്നത് ഫെബ്രുവരി 15 മുതൽ 24 വരെ ആയിരുന്നു അത്. ആ 4 ദിവസം കൊണ്ട് എല്ലാം അട്ടിമറിക്കപ്പെട്ടില്ലേ? VS-ന് വേണ്ടി അവിടെ മത്സരിച്ച 12 പേരും തോറ്റില്ലേ സുഹൃത്തുക്കളെ? അവരുടെ പേരുകളൊന്നും ഞാനിപ്പോൾ ഓർക്കുന്നില്ല. അവരിൽ 12 പേരും തോറ്റില്ലേ? പിറ്റേന്നിറങ്ങിയ മനോരമയുടെ തലവാചകം എന്തായിരുന്നു? മിന്നൽ പിണറായി എന്നായിരുന്നില്ലേ തലവാചകം? അവിടെ നിന്നൊരു തേരോട്ടം ആരംഭിച്ച വിജയൻ 2014 വരെ സംസ്ഥാന സെക്രട്ടറിയായി തുടർന്നില്ലേ സുഹൃത്തുക്കളെ? അതിനുശേഷം 10 വർഷം മുഖ്യമന്ത്രിയായില്ലേ? അപ്പം അതുകൊണ്ട് വിജയനെ നമ്മൾ വില കുറച്ച് കാണരുത് എന്നാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. ഇന്നിപ്പോൾ വിജയനെതിരെ തേരോട്ടം നയിക്കുന്നു എന്ന് നമ്മൾ എല്ലാവരും പറയുന്ന MA ബേബി അന്ന് മലപ്പുറം സമ്മേളനത്തിൽ തെറ്റിൻ്റെ മൂർത്തിമത് ഭാവമായ വിജയൻ്റെ കൂടെ ആയിരുന്നു എന്നുള്ള കാര്യം നമ്മൾ മറക്കരുത്. ഇപ്പോൾ 10 വർഷത്തെ വിജയൻ്റെ കിരാത ഭരണം, അഴിമതി ഭരണം
ഏകാധിപത്യ ഭരണം, അതിനെതിരെയൊക്കെ മുന്നിൽ നിന്ന് പടനയിക്കുന്ന ഈ ബേബി, MA ബേബി 2005 നടന്ന മലപ്പുറം സമ്മേളനത്തിൽ തെറ്റിൻ്റെ മകുടോദാഹരണമായ, തെറ്റിൻ്റെ മൂർത്തിമദ്ഭാവമായ വിജയൻ്റെ കൂടെയായിരുന്നു. അവിടെ നിന്നുകൊണ്ട് എന്താ ചെയ്തത്? ശരിക്ക് വേണ്ടി പോരാടിയ അച്യുതാനന്ദനെ മലർത്തിയടിക്കുന്നതിൽ സ്തുത്യർഹമായിട്ടുള്ള പങ്കല്ലേ അന്ന് ബേബി വഹിച്ചത്. എനിക്ക് ഓർമ്മയുണ്ട്, പ്രസീഡിയത്തിൽ ഇരുന്ന് പോലും ബേബി വാർത്തകൾ ചോർത്തിയിരുന്നു. അത് സംബന്ധിച്ച് ഞാൻ പോളിറ്റ് ബ്യൂറോയ്ക്കൊക്കെ പരാതി കൊടുത്താണ് എന്നെ പുറത്താക്കിയപ്പം. അതിനൊരു വലിയ ബുക്ക് തന്നെ ഞാൻ ഉണ്ടാക്കിയിരുന്നു. ബേബി വിളിച്ച ഫോൺ നമ്പറുകൾ, ബേബി അർദ്ധരാത്രിക്ക് വിളിച്ച ഫോൺ, ബേബി ആരെയൊക്കെയാണ് വിളിച്ചത്, എവിടെ നിന്നാണ് ബേബി വിളിച്ചത്, ബേബി വിളിക്കുമ്പോൾ ബേബി പ്രസീഡിയത്തിലല്ലായിരുന്നു എന്നൊക്കെ കാണിക്കുന്ന കംപ്ലീറ്റ് ഡോക്യുമെൻറ്റ്സ് ഞാൻ അയച്ചു കൊടുത്താണ്. അതൊക്കെ ഈ പറഞ്ഞ പോലെ കല്ലേൽ മഴ കൊണ്ടിടിക്കുന്ന പോലെ തിരിച്ചു വന്നതേ ഉള്ളൂ. ബേബി ആരെയൊക്കെയാണ് വിളിച്ചതെന്നും രാത്രിയുടെ അന്ത്യയാമങ്ങളിൽ ആരോടാ സംസാരിച്ചതെന്നൊക്കെ ബേബിക്ക് നല്ലപോലെ അറിയാം. ഞാൻ അതിനെക്കുറിച്ചൊന്നും കൂടുതലായിട്ട് ഞാൻ പറയുന്നില്ല. അതൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള വിശദാംശങ്ങളൊക്കെ എനിക്ക് തന്നത് ഈ CPM-നകത്തുള്ള നേതാക്കന്മാർ തന്നെയായിരുന്നു. അന്ന് ബേബിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഈ രേഖകളൊക്കെ എനിക്ക് കൊണ്ട് തന്നത് എറണാകുളം ജില്ലയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംസ്ഥാന കമ്മിറ്റി അംഗവും മുൻ സെക്രട്ടേറിയറ്റ് അംഗവും മന്ത്രിയും ഒക്കെ ആയിരുന്ന ഒരു നേതാവായിരുന്നു. പേര് ഞാൻ പറയുന്നില്ല. അപ്പം അങ്ങനെ ചെയ്ത ബേബിയാണ് ഇപ്പോൾ ഈ അനീതിക്കെതിരെ പോരാടുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. അപ്പം അതാണ് അത് സംബന്ധിക്കുക. അതുകൊണ്ട് ഈ വിജയനെ അങ്ങോട്ട് ഇറക്കി വിടുക എന്ന് പറഞ്ഞാൽ ചുമ്മാ കൈ പിടിച്ചങ്ങ് ഇറക്കിക്കൊണ്ട് പോകാം എന്ന് ബേബിയും കുറച്ച് പിള്ളേരും ഈ രാജീവിനെ പോലെയും ബാലഗോപാലിനെ പോലെയും സ്വരാജിനെ പോലെയൊക്കെ ഉള്ള ചില പിള്ളേരും അങ്ങനെയൊന്നും വിചാരിച്ച് വശാവരുത് എന്നാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. അതൊന്നും അത്ര എളുപ്പമുള്ള കാര്യമല്ല. പിന്നെ നമുക്ക് വേണേൽ പറയാം, വിജയൻ പ്രായാധിക്യം ഉണ്ട്. വിജയനെതിരെ അഴിമതി ആരോപണമുണ്ട്. വിജയന് 10-20 വർഷം പ്രായം കൂടി എന്നൊക്കെ പറയാം. അതൊക്കെ ഒരളവ് വരെ ശരിയുമാണ്. പക്ഷേ വിജയനെ ഇംഗ്ലീഷിൽ പറഞ്ഞാൽ ഈ ബേബിയും കുറച്ച് പിള്ളേരും അങ്ങ് അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്ത് കളയരുത് എന്നാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. അതിന് പല കാരണങ്ങളുണ്ട്. ഒന്നാമത്തെ കാരണം എന്ന് പറഞ്ഞാൽ പഴയ കാലത്തെ പാർട്ടിയല്ല ഇപ്പോഴത്തെ പാർട്ടി. ഇത് കംപ്ലീറ്റ്ലി ഇംഗ്ലീഷിൽ പറഞ്ഞാൽ കോംപ്രമൈസ്ഡ് പാർട്ടിയാണ്. ഈ പാർട്ടിയുടെ പ്രത്യയശാസ്ത്രം എന്ന് പറയുന്നത് അഴിമതിയും, ഇന്നത്തെ പ്രത്യയശാസ്ത്രം എന്ന് പറയുന്ന അഴിമതിയും ഭൂമി കയ്യേറ്റവും ഈ മനുഷ്യാവകാശ ലംഘനങ്ങളും സ്ത്രീ വിരുദ്ധതയും ഇതൊക്കെയാണ് ഈ പാർട്ടിയുടെ ഇന്നത്തെ പ്രത്യയശാസ്ത്രം. അഴിമതിയിൽ മുങ്ങി നിൽക്കുന്ന ഒരു പാർട്ടിയെയാണ് വിജയൻ 2006 മുതൽ കഴിഞ്ഞ 10-20 വർഷമായി സൃഷ്ടിച്ചെടുത്തത് എന്നത് ബേബിയും പിള്ളേരും മനസ്സിലാക്കണം എന്നാണ് എനിക്ക് സൂചിപ്പിക്കുക. അതിന് ബേബിയും പങ്കാളിയായിരുന്നു എന്നുള്ളത് നമ്മൾ മറക്കരുത്. ബേബിയുടെ കൂടെ നിൽക്കുന്ന ഈ പിള്ളേരും പങ്കാളികളായിരുന്നു. പി രാജീവും ഒക്കെ പങ്കാളികളായിരുന്നു. ഈ പി രാജീവ് ഇപ്പോൾ ബേബിയുടെ കൂടെ നിൽക്കുന്ന ഈ പി രാജീവ് 10-25 വർഷക്കാലം ആരുടെ കൂടായിരുന്നു? പിണറായി പക്ഷത്തിൻ്റെ കൂടായിരുന്നു. പിണറായി പക്ഷത്തിൻ്റെ കയ്യാളായിരുന്നു ഈ പി രാജീവ്. അപ്പം അതുകൊണ്ടൊരു അഴിമതി പാർട്ടിയാക്കി ഇതിനെ അഴിമതിയിൽ മുക്കിപ്പൊക്കി എടുത്ത ആളാണ് വിജയൻ. അതുകൊണ്ട് അങ്ങനെയുള്ളൊരു പാർട്ടിയിൽ നിന്ന് വിജയനെ അങ്ങ് കൈപിടിച്ചിറക്കി കൊണ്ടുപോകാമെന്ന് ബേബിയും പിള്ളേരും വിചാരിക്കുന്നുണ്ടെങ്കിൽ അത് തെറ്റാണ് എന്ന് മാത്രമേ എനിക്ക് സൂചിപ്പിക്കാനുള്ളൂ. പഴയ പാർട്ടിയല്ല ഇപ്പോഴത്തെ പാർട്ടി. രണ്ടാമത്തെ ഒരു കാര്യം, ഈ ബേബിയും ഈ രാജീവും ഇതുപോലത്തെ സെറ്റുകാരൊന്നും ആരോപണമില്ലാത്ത ആളുകളാണെന്ന് വിചാരിക്കരുത്. ഇവർക്കൊക്കെ ഒരുപാട് പരിമിതികളും വീഴ്ചകളുമുണ്ട്. ബേബിയുടെ പ്രധാന പരിമിതിയും ബേബിയുടെ വീഴ്ചയും എന്താണെന്ന് എല്ലാവർക്കും അറിയാം. അത് ബേബിക്കും അറിയാം, എനിക്കും അറിയാം, ജനത്തിനും അറിയാം. എന്താണെന്ന് ഞാൻ സൂചിപ്പിക്കുന്നില്ല. ആ കഥകളൊന്നും ഞാനിവിടെ എടുത്ത് പറയുന്നില്ല. ഒരു കാര്യം ബേബിയും പിള്ളേരും മനസ്സിലാക്കിക്കോണം. കഴിഞ്ഞ 10 വർഷക്കാലം അധികാരത്തിലിരിക്കുകയായിരുന്നു പിണറായി വിജയൻ. കഴിഞ്ഞ 10 വർഷക്കാലം പിണറായി വിജയൻ്റെ കോടാലിക്കൈയായിരുന്നു കേരളത്തിലെ പോലീസ്. കഴിഞ്ഞ 10 വർഷക്കാലം പിണറായി വിജയൻ ഇതെല്ലാം ചെയ്യാൻ ഉള്ള എല്ലാ സംവിധാനവും ഒരുക്കി കൊടുത്ത ഒരാളുണ്ട്, പി ശശി. അയാളെ ചെറുതായിട്ട് ഈ ബേബിയും പിള്ളേരും കാണരുത്. പിണറായി വിജയൻ പാർട്ടിയിൽ നിന്ന് സ്ത്രീവിരുദ്ധ വിഷയങ്ങളിൽ പുറത്താക്കിയ പി ശശിയെ തിരിച്ചുകൊണ്ടുവന്ന് ചെറിയ കാര്യത്തിനൊന്നുമല്ല. പിണറായി വിജയൻ അറിയാം പി ശശി ആരാണെന്ന്, പി ശശിക്ക് എന്താ ചെയ്യാൻ കഴിവുള്ളതെന്ന് പിണറായി വിജയൻ അറിയാം. അങ്ങനെ കൊണ്ടുവന്ന് സ്ഥാപിച്ച പി ശശിയുടെ ഉപദേശ നിർദ്ദേശങ്ങൾക്കനുസരിച്ചാണ് വിജയൻ പ്രവർത്തിച്ചിട്ടുള്ളത്. അതുകൊണ്ട് വിജയനെ സംബന്ധിച്ചിടത്തോളം ഈ ബേബിയെക്കുറിച്ചും ബേബിയുടെ കൂടെയുള്ള തോമസ് ഐസക്കിനെ കുറിച്ചും ബേബിയുടെ കൂടെയുള്ള പി രാജീവിനെ കുറിച്ചും ഒക്കെ ഫയലുകൾ വിജയൻ്റെ കയ്യിൽ ഉണ്ടാവും എന്നുള്ള കാര്യം ഈ ബേബിയും പിള്ളേരും മറക്കരുത് എന്നാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. ബേബിയെയൊക്കെ എവിടെ പിടിക്കണം എന്ന് വിജയന് നന്നായി അറിയാം. തോമസ് ഐസക്കിനെ എവിടെ ഇട്ട് കുരുക്കണം എന്ന് വിജയന് നന്നായി അറിയാം.
തോമസ് ഐസക്കിൻ്റെ വീഴ്ചകൾ എന്താണ് എന്ന് നമുക്കറിയാം. ഞാനത് വിശദീകരിക്കുന്നില്ല, എല്ലാവർക്കും അറിയാം ആ വീഴ്ചകൾ എന്തൊക്കെയാണെന്ന്. പി രാജീവിൻ്റെ വീഴ്ചകൾ എന്തൊക്കെയാണെന്ന് വിജയൻ അറിയാം. അതിനെല്ലാം വലിയ വലിയ ഫയലുകൾ വിജയൻ്റെ കയ്യിലുണ്ടാവും. അതൊക്കെ അതാത് സമയത്ത് വിജയൻ പുറത്തേക്ക് കൊണ്ടുവരും. അതുകൊണ്ട് ഇവരൊന്നും ഇങ്ങനെ വിജയനെ ഇറക്കി വിടാമെന്നുള്ള ഈ മധുര മനോജ്ഞ സ്വപ്നം കണ്ടവർക്ക് ഇരിക്കാം എന്നുള്ളതല്ലാതെ ഇറക്കി വിടൽ അത്ര എളുപ്പമായിരിക്കില്ല. കാരണം ഇവരാരും വി എസിനെ പോലെ ശുദ്ധമായ രാഷ്ട്രീയത്തിൻ്റെയും പരിശുദ്ധമായിട്ടുള്ള പ്രത്യയശാസ്ത്രത്തിൻ്റെ വക്താക്കളല്ല എന്നുള്ളത് കൊണ്ടാണ്. ഇവരൊക്കെ ഒരുപാട് പരിമിതികളും ഒരുപാട് വീഴ്ചകളുമുള്ള കോംപ്രമൈസ്ഡ് ആയിട്ടുള്ള നേതാക്കന്മാരാണ് ഇവരെല്ലാം. അവരുടെ എല്ലാം വീഴ്ചകൾ എന്താണ് എന്നറിഞ്ഞ് ഓരോ സ്റ്റെപ്പും വെച്ചിട്ടുള്ള ആളാണ് വിജയൻ എന്ന് നമ്മൾ മനസ്സിലാക്കുക. അതുകൊണ്ട് കൂടുതൽ കഥകളിലേക്ക് ഞാൻ പോകുന്നില്ല. ബേബിയുടെ കൂടെയുള്ള കുറച്ച് പിള്ളേരും നയിക്കുന്ന ഈ പോരാട്ടമുണ്ടല്ലോ, ഇത് അങ്ങ് വിജയത്തിൽ അങ്ങ് എത്തിച്ചേരും എന്നുള്ള നിലയിലൊന്നും ബേബി അങ്ങനെ മുന്നോട്ട് പോകരുത്. വളരെ വളരെ ബുദ്ധിമുട്ടായിരിക്കും. വിജയൻ ആരാണെന്ന് 2005 മലപ്പുറം സമ്മേളനത്തിൽ തന്നെ മനസ്സിലാക്കിയ ആളാണ് ബേബി. വിജയൻ്റെ കൂടെ നിന്നിട്ടുണ്ട്, വിജയനെ തകർക്കാൻ അച്യുതാനന്ദൻ്റെ കൂടെ നിന്നിട്ടുണ്ട് എന്നുള്ള അങ്ങോട്ടും ഇങ്ങോട്ടും മാറിക്കളിക്കുന്ന ആളാണ് ബേബി. അതുകൊണ്ട് ബേബിയുടെയും പിള്ളേരുടെയും ഈ വിജയനും ഗോവിന്ദനും എതിരായിട്ടുള്ള സമരം അത്ര ലളിതമായൊരു സമരമായിരിക്കുമെന്നും ലളിതമായി ഈ നേതാക്കന്മാരങ്ങ് ഇറങ്ങി അവിടെ ബേബിയും കുറച്ച് പിള്ളേരും കൂടി ഇരുന്നു എന്ന് പറയും എന്നും ബേബി തെറ്റിദ്ധരിച്ച് വശായിട്ടുണ്ടെങ്കിൽ അത് ബേബിയുടെ കുഴപ്പമെന്ന് മാത്രമേ എനിക്ക് സൂചിപ്പിക്കാനുള്ളൂ. വിജയൻ ആരാണെന്ന് ബേബി മനസ്സിലാക്കിയിട്ടില്ല പൂർണ്ണമായും എന്നാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്.